അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഇന്ന് എൻ്റെ കൂടെ ആരാന്ന് കരുതിയിട്ടുണ്ടാവില്ല നിങ്ങളെല്ലാവരും. ഇതിൻ്റെ മോളാട്ടോ. ഇതാണ് എൻ്റെ മോള്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. അവളെ പേര് റിസ ഫാസിലാണ്. 5 വയസ്സ്, 5.25 വയസ്സായി. ഇപ്പോൾ ഇന്ന് വീട്ടിൽ മോനില്ല, അപ്പോൾ ഒക്കെ നിൽക്കാൻ ചെറിയൊരു പേടിയായിട്ട് എൻ്റെ അടുത്ത് വന്നാണ്. ഇവിടെ ഷോപ്പിൽ ഞാൻ ഒറ്റക്കാണ്. ഇന്ന് ഞായറാഴ്ച അല്ലേ, കച്ചവടം കുറച്ച് കുറവാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ കേട്ടോ, ഉച്ചയ്ക്ക് ശേഷം വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ചെറിയൊരു മിനി വ്ളോഗായിട്ട് വന്നാട്ടോ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് എടുക്കുക അങ്ങനെ വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ ഉള്ള ഫുഡുകളൊക്കെ റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മക്കളെ, ഞാൻ ഉച്ചക്ക് നേരത്തെ പോയി കേട്ടോ. ഒരു 11:30 ആയപ്പോൾ റൂമിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി, അതൊക്കെ അടിച്ചേരി തുടച്ച് വൃത്തിയാക്കി, തിരുമ്പാളിലൊക്കെ തിരുമ്പിട്ടു. പിന്നെ കുറച്ച് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ അതിനിടയിൽ നടന്നു. പിന്നെ ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ അപ്പവും മുട്ടക്കറി അപ്പം ഉണ്ടാക്കിയിരുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ റെഡി ആയിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മിനി വ്ളോഗാട്ടോ. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ സമയം 5:30 ആയിട്ടോ. ഇനി അരമണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് പോകാനായി. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ ഷോപ്പ് അടക്കണ വീഡിയോ അതൊക്കെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ 2-3 വട്ടമായി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഷോപ്പൊക്കെ അടക്കുക. കാക്കാക്ക് എവിടേക്കെങ്കിലും പോണ സമയമാകുമ്പോൾ മാത്രമേ കേട്ടോ ഞാൻ അങ്ങനെ നിൽക്കലുള്ളൂ, അല്ലാതെ നിൽക്കലില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി ഷോപ്പ് അടക്കുന്ന സമയത്ത് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ മക്കളെ, എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന ആരാ അറിയോ? റിസമോളാട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഉള്ളിലോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പാവോളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. ഞാനോട് ചോദിച്ചു, മോള് വീഡിയോ എടുത്ത് തരുമോ? അപ്പം പക്ഷേ നോക്കട്ടെ, ഞാൻ പറ്റണ പോലെ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞു എന്നോട്. പിന്നെ ഞാൻ ക്യാമറ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഉള്ളിലോട്ട് വെക്കാൻ നിൽക്കാം കേട്ടോ. പിന്നെ ഈ ബോൾ തൂക്കിയിട്ടിരിക്കുന്നത് ഒരു റിങ്ങുമ്മലാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു കമ്പി വെച്ചങ്ങാണ്ട് ഇങ്ങനെ എടുക്കണം. എനിക്ക് എത്താത്തതുകൊണ്ട്, ഹൈറ്റ് കുറച്ച് കുറവല്ല, അപ്പോൾ അതുകൊണ്ട് എത്താത്തതുകൊണ്ട് ഞാൻ കമ്പി വെച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ പുറത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഏകദേശം എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്, മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഷട്ടർ താത്തിയും കൊണ്ട് നിൽക്കണേ. ഈ ഷട്ടർ താത്താൻ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. മറ്റേത് താത്താൻ എല്ലാം പാട് വിട്ടിട്ടോ ഞാൻ. അത് ഭയങ്കര കുറച്ച് ഇടങ്ങാറായി. പിന്നെ എങ്ങനെയൊക്കെ ശരിയാക്കിയിട്ടോ, അടച്ചിട്ടോ ഞാൻ. പിന്നെ അത് താക്കോലിട്ടിട്ട് പൂട്ടണം. അത് പിന്നെ വലിയ പണിയൊന്നുമില്ല, പൂട്ടിയാൽ മതി. താത്താനും ഇറക്കാനാണ് ചെറിയ ബുദ്ധിമുട്ട്. ഈ ഷട്ടർ കുഴപ്പമില്ല, ഇപ്പുറത്തെ ഒരു ഷട്ടറുണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അടക്കാൻ. ഈ ഷട്ടർ കേട്ടോ, ഇത് താത്താൻ എനിക്ക് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷട്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് ഗ്ലാസ്സൊക്കെ ഞാൻ പൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ഡോറ് പൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കർട്ടനൊന്നും ഇങ്ങോട്ട് നീക്കിയിട്ട് ഇട്ട ഇതും കൂടെ കഴിഞ്ഞു കേട്ടോ. ഷട്ടറൊക്കെ താത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അയിമ അങ്ങനെ കിട്ടി മറന്നു കുറച്ച് നേരം. അപ്പോൾ റൂമൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഫുഡ് ഞാൻ ഓൾറെഡി ഉച്ചയ്ക്ക് ഉണ്ടാക്കി. അപ്പോൾ ഇനി കുറച്ച് മിറ്റൊക്കെ അടിച്ചു വരാണ്ട്, മിറ്റൊക്കെ അടിച്ചു വരണ്ട കേട്ടോ, വൃത്തിയാക്കാണ്ട്. ചെറിയൊരു വ്ളോഗാട്ടോ. അപ്പോൾ ഇവിടുത്തെ വിറക് ഞാൻ അപ്പുറത്തെ ചേച്ചിക്ക് ഞാൻ കൊടുത്തു. അപ്പുറത്ത് കണ്ടോ, ഇവിടുത്തെ വിറകൊക്കെ എടുത്തോണം. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ മിറ്റം കണ്ടോ, എത്ര ഇട്ടാ അടിച്ചു വരണോ. ഈ കാറ്റ് ഒരുമാതിരി ചൂട് കാറ്റ്, അതുകൊണ്ടാണ് മുറ്റത്ത് ഫുള്ള് കച്ചറ. അത് തൂങ്ങല്ലേ. അപ്പോൾ നല്ല പോലല്ലേ, നോമ്പൊക്കെ ആയാലും ഇങ്ങനെയൊക്കെ ആകും. പിന്നെ ഇവിടെ കുറച്ച് വിറകുണ്ടായിരുന്നു. ഇവിടെ അടുപ്പ് മൂടിയതുകൊണ്ട് നമുക്ക് വിറക് കത്തിച്ചാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അപ്പുറത്തെ കോട്ടയത്തെ ചേച്ചിക്ക് വിറക് കൊടുത്തു. എന്നിട്ട് ആ ടാർപ്പായി മടക്കി ഒരു ഭാഗത്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പാവം മോളാട്ടോ എനിക്ക് ഈ വീടൊക്കെ എടുത്ത് തരുന്നത്. ഓൾ നല്ല ഇതിൽ എടുത്ത് തന്നിട്ടുണ്ട്. ഓളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഓൾ എടുത്ത് തന്നിട്ടുണ്ട് പാവം. പിന്നെ എന്നിട്ട് ഓൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ ഓൾ പറയുന്നുണ്ട്, മെച്ചി ഞാനെടുത്ത വീഡിയോ എങ്ങനെയുണ്ട് എന്നൊക്കെ ഓൾ എന്നോടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടോ, വീഡിയോ എടുത്തതൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്.
ഇത് മടക്കി വെച്ചതിന് ശേഷമാണ് എനിക്കിവിടെ കണ്ടോ ആകെ കച്ചറയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ആദ്യം മുൻവശത്ത് അടിച്ചു വരിന് ശേഷം ആ സൈഡിലോട്ടൊക്കെ ഒന്ന് അടിച്ചു വരാൻ. കാറ്റിന് വരുന്ന കച്ചറയാണ് കേട്ടോ അതൊക്കെ. തൊടുവത്തെ ഇലയും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നത് തൊടുവെന്ന് വരുന്നതാണ്. ഈ കാറ്റടിച്ചിരുന്ന സമയത്ത് വരുന്നതാണ്. അപ്പോൾ അടിച്ചു വരൽ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഒക്കെ പാവം റിസമോളാട്ടോ എനിക്ക് എടുത്തത് നിങ്ങളത്. മാഷാ അല്ലാ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. ഓള് പാവം മോളാണ് എനിക്ക് എടുത്തത് നിങ്ങളത്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വ്ളോഗ്. നോമ്പ് തുറക്കണ വീഡിയോ ഒന്നും എടുക്കണില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ് എടുക്കണുള്ളൂ. ഇനി കൂടുതലാക്കണില്ല, കാരണം ഒരു മിനി വ്ളോഗ് പറയുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ബായ്. നമ്മൾ ബായ് പറഞ്ഞാൽ